ഓ, ഇതായിരുന്നു പത്രോസിന്റെ കഥയുടെ അവസാനം. അല്ലേ അല്ല, അത് തുടക്കം മാത്രമായിരുന്നു. പത്രോസ് അപ്പോഴേക്കും മനുഷ്യരെ പിടിക്കുന്നവനായിരുന്നു. അന്ന് പത്രോസിലൂടെ സംഭവിച്ച അത്ഭുതം കണ്ട 5000 പേരാണ് സഭയിൽ അംഗങ്ങളായി മാറിയത്. അതെയോ? നിങ്ങൾ എന്ത് ശക്തി കൊണ്ടാണ്, അല്ലെങ്കിൽ ആരുടെ നാമത്തിലാണ് ചെയ്തത്? ഒരു മുടന്തിനെ സുഖമാക്കിയതിന്റെ പേരിലല്ലേ ഞങ്ങൾ ബന്ദികളാക്കിയത്? അതൊരു നല്ല കാര്യമായിരുന്നില്ലേ? അതെങ്ങനെ സുഖപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയണമോ? അറിയണം. നിങ്ങൾക്കത് പറഞ്ഞാലെന്താ? ശരി, ഇസ്രായേൽക്കാരനായ യേശുവിന്റെ നാമത്തിലും ശക്തിയിലുമാണ് അവൻ സുഖപ്പെട്ടത്. നിങ്ങൾ അവനെ കുരിശിൽ തറച്ചു കൊന്നു, പക്ഷേ അവൻ ഉയർത്തെഴുന്നേറ്റു. രക്ഷകനായി വിളിക്കപ്പെടാൻ ആകാശത്തോ ഭൂമിയിലോ വേറൊരു നാമവുമില്ല. ഓ, എന്തൊരു ധൈര്യം! പാറ പോലെ ഉറച്ച വിശ്വാസം. ശരിയാണ്. ബൈബിൾ പറയുന്നത് പോലെ ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിന്നെ ശക്തിപ്പെടുത്തുന്ന യേശുവിൽ നിനക്കെല്ലാം സാധ്യമാകും. എന്നിട്ട് പത്രോസിനെയും യോഹന്നാനെയും അവർ കൊന്നോ? ഇല്ല മോനെ, യഥാർത്ഥത്തിൽ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കണ്ട് യഹൂദ നേതാക്കൾ പകച്ചുപോയി. അവർ സുഖമാക്കിയ മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് താക്കീത് നൽകി അവരെ വിട്ടയക്കാൻ തീരുമാനിച്ചു. നിങ്ങളിപ്പോൾ വിട്ടയക്കുന്നു, എന്നാൽ യേശുവിന്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്യുവാനോ അവനെക്കുറിച്ച് പഠിപ്പിക്കാനോ പാടില്ല. ദൈവത്തെക്കാൾ കൂടുതലായി മനുഷ്യരായ നിങ്ങളെ അനുസരിക്കണമെന്നാണോ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ദൈവപുത്രനായ യേശുവിൽ നിന്ന് അറിയുകയും ചെയ്ത കാര്യങ്ങൾ പറയാതിരിക്കാൻ ഞങ്ങൾക്കാവില്ല. ശരിയാണോ? ഞങ്ങൾക്കതിന് കഴിയില്ല. എങ്കിൽ നിങ്ങളെ ഞങ്ങൾ ബന്ദികളാക്കും. പിന്നെ അദ്ദേഹം പ്രശംസിക്കുന്നത് നിർത്തിയോ? ഇല്ല ജോവാൻ, പത്രോസിന്റെ നേതൃത്വത്തിൽ അവരെല്ലായിടത്തും പോയി യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും അത് ശ്രവിച്ചിരുന്നവരുടെ ഇടയിൽ ധാരാളം അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്തു. പത്രോസിന്റെ നിഴൽ ശരീരത്തിൽ വീണ രോഗികൾ പോലും സുഖമാക്കപ്പെട്ടു. എന്റെ അസുഖം മാറി. ദൈവത്തിന് സ്തുതി. ഒരു ദിവസം യേശുവിനെ പ്രസംഗിച്ചതിന്റെ പേരിൽ പത്രോസിനെയും കൂട്ടുകാരെയും പുരോഹിതന്മാർ ജയിലിൽ അടച്ചു. എന്നാൽ ഒരു മാലാഖ വന്ന് അവരെ മോചിപ്പിച്ചു. നിങ്ങൾ ദേവാലയത്തിലേക്ക് പൊയ്ക്കൊള്ളുവിൻ. അടുത്ത ദിവസം ജയിലിൽ ആരെയും കാണാതെ വന്നപ്പോൾ യഹൂദ നേതാക്കൾ അത്ഭുതപ്പെട്ടു. പത്രോസും കൂട്ടരും ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായി അവർ അറിഞ്ഞു. ജനങ്ങളെ ഭയന്ന് അവരെ വീണ്ടും ജയിലിലടയ്ക്കാൻ യഹൂദ നേതാക്കൾ മടിച്ചു. അതിനാൽ ചാട്ട കൊണ്ട് അടിച്ചിട്ട് അവരെ വിട്ടയക്കാൻ അവർ തീരുമാനിച്ചു. ദൈവമേ, അങ്ങേക്ക് സ്തുതിയായിരിക്കട്ടെ. തല്ലു ആവർത്തിച്ചു കൊള്ളുമ്പോഴും അവർ യേശുവിനെ തന്നെ വിളിക്കുകയായിരുന്നോ? എന്തൊരു ധൈര്യമാണ് അവർക്ക്! ഈ സഹനങ്ങളെല്ലാം ഏറ്റുവാങ്ങാൻ അവർക്ക് കരുത്തു നൽകിയ യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പത്രോസും കൂട്ടരും അവരുടെ പ്രേക്ഷിത വേല തുടർന്നു. സഭ വളർന്നുകൊണ്ടേയിരുന്നു. ഒരിക്കൽ പത്രോസ് യാത്ര ചെയ്ത് ലിദ എന്ന നഗരത്തിലെത്തി. 8 വർഷമായി തളർവാദ രോഗിയായി കിടന്നിരുന്ന ഐനയാസ് എന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ഐനിയാസേ, യേശുക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു. യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് പോവുക. നോക്കൂ, എനിക്ക് സുഖമായി. ദൈവത്തിന് സ്തുതി. ദൈവത്തിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. യേശു അവന് സുഖപ്പെടുത്തിയിരിക്കുന്നു. ലിദായിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളെല്ലാം യേശുവിലേക്ക് തിരിഞ്ഞു. ലിദായുടെ സമീപത്തുള്ള യോപ്പയിൽ തബീത്ത എന്നു പേരായ ഒരു ശിഷ്യയുണ്ടായിരുന്നു. സത്കർമ്മങ്ങളിലും ദാനധർമ്മങ്ങളിലും അവൾ സമ്പന്നയായിരുന്നു. അവൾ രോഗം പിടിച്ചു മരിച്ചു. പത്രോസ് അവളെ കാണാനായി ചെന്നു. തബീത്തയെ ദൈവം അനുഗ്രഹിക്കട്ടെ, അവൾ വളരെ നല്ലവളായിരുന്നു. സഹോദരി, ദൈവത്തിൽ വിശ്വസിച്ച് എഴുന്നേൽക്കുക. എന്താ സംഭവിക്കുന്നത്? തബീത്ത, തബീത്ത, നീ ജീവിച്ചിരിക്കുന്നു. എന്താ എന്താ എനിക്ക് എന്താ പറ്റിയത്? അതേ തബീത്ത, നീ മരിച്ചവളായിരുന്നു. അദ്ദേഹം നിന്നെ വീണ്ടും ജീവിപ്പിച്ചു. ഓ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നന്ദി സഹോദര, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് ഞാനല്ല സുഖപ്പെടുത്തിയത്, നമ്മുടെ ദൈവമായ യേശുനാഥനാണ്. എല്ലാ മഹത്വവും അവനുള്ളതാണ്. മരിച്ച ഒരാളെ വീണ്ടും ജീവിപ്പിച്ചു എന്താണ് അങ്കിൾ പറയുന്നത്? അതേ കുഞ്ഞുങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പത്രോസിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ കൂടി നിങ്ങൾക്കറിയേണ്ടതായിട്ടില്ലേ? വേണം അങ്കിൾ, ഞങ്ങൾക്ക് ഇനിയും കേൾക്കണം. കേസരിയായിൽ ഒരു സ്ഥലത്ത് കൊർണേലിയൂസ് എന്നു പേരുള്ള ഒരാൾ താമസിച്ചിരുന്നു. റോമൻ സൈന്യത്തിലെ ഒരു ശതാധിപനായിരുന്നു അയാൾ.
ദൈവഭയമുള്ളവനും ദാനധർമ്മം ചെയ്യുന്നവനായിരുന്നു അവൻ. നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെ വിളിച്ചു വരുത്തുക. കൊർന്നോലിയോസ് ആളെ വിട്ട് അപ്പോൾ തന്നെ പത്രോസിനെ വിളിച്ചു വരുത്തി. പത്രോസേ, എഴുന്നേൽക്കുക, ഇവയെ കൊന്നു ഭക്ഷിക്കുക. ഒരിക്കലുമില്ല. മലിനമോ അശുദ്ധമോ ആയത് ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല. പത്രോസേ, ദൈവം വിശുദ്ധീകരിച്ചവ മലിനമാണെന്ന് നീ കണക്കാക്കരുത്. പത്രോസിന് ഈ ദർശനം 3 പ്രാവശ്യം കാണപ്പെട്ടു. നിങ്ങളെപ്പോലെ തന്നെ പത്രോസിനും ഒന്നും മനസ്സിലായില്ല. ശരിയാണ്, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. കൊർന്നോലിയോസ് അയച്ചവരുടെ കൂടെ പോകുവാൻ ദൈവം പത്രോസിനെ ഒരുക്കുകയായിരുന്നു. പത്രോസ് യോപ്പായിൽ നിന്നുള്ള ചില സഹോദരന്മാരെയും കൂട്ടി അവർക്കൊപ്പം കൊർന്നോലിയോസിന്റെ അടുത്തേക്ക് പോയി. എഴുന്നേൽക്കൂ, ഞാനും നിന്നെപ്പോലെ ഒരു മനുഷ്യനാണ്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. വിജാതീയരുമായി സമ്പർക്കം പുലർത്തുന്നത് യഹൂദനായി എനിക്ക് നിഷിദ്ധമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഒരു മനുഷ്യനെയും ഹീനജാതിക്കാരനെന്നോ അശുദ്ധനെന്നോ വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഉടനെ തന്നെ നിങ്ങൾക്കൊപ്പം വന്നത്. പറയൂ, എന്തിനാണ് നിങ്ങൾ എന്നെ വിളിച്ചത്? ഇപ്പോൾ മനസ്സിലായി ആ ദർശനത്തിന്റെ അർത്ഥം. മിടുക്കൻ. പത്രോസ് യേശുവിന്റെ രക്ഷാകര സന്ദേശം അവരുമായി പങ്കുവച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എഴുന്നള്ളി വന്നു. പത്രോസിനോട് കൂടെ ചെന്നിരുന്ന യഹൂദരും അത്ഭുതപ്പെട്ടുപോയി. പത്രോസ് കൊർന്നോലിയോസിനെയും കൂട്ടുകാരെയും ജ്ഞാനസ്നാനപ്പെടുത്തി. പത്രോസ് വിജാതീയരെ ജ്ഞാനസ്നാനപ്പെടുത്തിയ വിവരം യൂദയ മുഴുവനും അറിഞ്ഞു. പത്രോസ് ജെറുസലേമിലേക്ക് തിരിച്ചെത്തിയപ്പോൾ വിജാതീയർക്ക് മാമോദീസ നൽകിയതിനെ മറ്റു ശിഷ്യന്മാർ ചോദ്യം ചെയ്തു. അപ്പോൾ പത്രോസ് തനിക്ക് കിട്ടിയ ദർശനം അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ഞാൻ കർത്താവായ യേശുവിനെ പഠിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേലും എഴുന്നള്ളി വന്നു. നമ്മുടെ മേൽ വന്നതുപോലെ തന്നെ ദൈവം അവരെയും സ്വീകരിച്ചെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ ഞാൻ ആരാണ്? ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിന് സ്തുതി എന്നും എന്നേക്കും. പക്ഷേ അങ്കിൾ, ഈ വിജാതീയർ എന്ന് പറഞ്ഞാൽ ആരാ? മിടുക്കി, നല്ല ചോദ്യം. നിങ്ങൾ അത് ചോദിക്കാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അന്നത്തെ കാലത്ത് യഹൂദരല്ലാത്തവരെ എല്ലാം വിജാതീയർ എന്നാണ് അവർ വിളിച്ചിരുന്നത്. നന്ദി അങ്കിൾ. അക്കാലത്ത് ഹെരോദേസ് രാജാവ് സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കുകയും ചെയ്തു. ഒരു ദിവസം അവൻ പത്രോസിനെ ബന്ധനസ്ഥനാക്കി കാരാഗൃഹത്തിൽ അടച്ചു. അന്നു രാത്രി ഒരു മാലാഖ പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു. വേഗം എഴുന്നേൽക്കൂ, പെട്ടെന്ന് വസ്ത്രം ധരിച്ച് പാദരക്ഷകൾ അണിയുക, മേലങ്കിയും ധരിച്ച് എന്റെ പിന്നാലെ വരിക. ശരി. കാവൽ ഭടന്മാരെല്ലാം പ്രതിമ കണക്കെ നിന്നു. അവരുടെ നടുവിലൂടെ പത്രോസും ദേവദൂതനും കടന്നുപോയി. കവാടങ്ങളെല്ലാം അവർക്കായി തനിയെ തുറന്നു. അവർ പോയത് ഭടന്മാർ കണ്ടില്ല. എന്റെ ദൈവമേ, ഇത് സത്യമാണോ അതോ സ്വപ്നമോ? സത്യമായും ദൈവം ദൂതനെ അയച്ച് എന്നെ മോചിപ്പിച്ചിരിക്കുന്നു. പത്രോസ് തുടർച്ചയായി സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവൻ സഭയെ വളർച്ചയിലേക്ക് നയിക്കുകയും യേശുവിന്റെ വചനങ്ങളാൽ അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. അതിനിടെ പത്രോസ് വിശുദ്ധ പൗലോസിനെയും കണ്ടുമുട്ടി. പത്രോസ് വളരെ ദൂരം സഞ്ചരിച്ചു. അന്ത്യോക്യ, കൊരിന്ഥോസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ സന്ദർശിച്ച് റോമിലേക്ക് പോയി. ഏഷ്യയിൽ ചിതറിക്കിടന്നിരുന്ന സഭാമക്കൾക്ക് പത്രോസ് കത്തുകൾ എഴുതി. വിശ്വാസം മൂലം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന അവരെ ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമായിരുന്നു. സഹനം ഒരിക്കലും ആസ്വാദികരമല്ല, പക്ഷെ അതിന്റെ ഫലം കരുത്തും സന്തോഷവും പകരുന്നു. ദൈവം നമ്മളെ എപ്പോഴും ശ്രവിക്കുന്നെന്നും ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണമെന്നും പത്രോസിന്റെ കത്തുകൾ ദൈവജനത്തെ ഓർമ്മിപ്പിച്ചു. വിശ്വാസികളെ അഭിസംബോധന ചെയ്ത അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കത്ത് വ്യാജോപദേഷ്ടാക്കളെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. അവർ പറയുന്നത് കേട്ട് തങ്ങൾ പഠിച്ച വിശ്വാസ സത്യങ്ങൾ കൈവെടിയരുത് എന്ന് പത്രോസ് ഓർമ്മിപ്പിച്ചു. ഇതെഴുതുമ്പോൾ തന്റെ ജീവിതാവസാനമാകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതെത്ര മനോഹരമായിരിക്കുന്നു അങ്കിൾ.
അങ്കിൾ, പത്രോസ് എങ്ങനെയാണ് മരിച്ചതെന്ന് പറയാമോ? പത്രോസിന്റെ മരണത്തെക്കുറിച്ച് വിശ്വസനീയമായ രേഖകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. റോമിലെ വത്തിക്കാനിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്നാണ് വിശ്വാസം. ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുകയും ക്രിസ്തുമതം പ്രചരിപ്പിക്കുകയും ചെയ്തതിന്റെ പേരിൽ അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടു. സഹോദരങ്ങളെ, എന്റെ അവസാനത്തെ അപേക്ഷ അതെനിക്ക് സാധിച്ചു തരൂ. എന്താണത്? ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ചതുപോലെ മരിക്കാൻ ഞാൻ ഒരിക്കലും യോഗ്യനല്ല. ദയവായി എന്നെ കുരിശിൽ തലകീഴായി തറച്ചാലും. എന്ത്? എന്നാൽ അങ്ങനെ ആവട്ടെ, അവനെ കുരിശിൽ തലകീഴായി തറയ്ക്കൂ. കർത്താവായ യേശുവേ, ഇവരോട് ക്ഷമിക്കണമേ. അങ്ങയെ മഹത്വപ്പെടുത്താൻ ഇവരെ പഠിപ്പിക്കണമേ. നിങ്ങളത് കേട്ടോ? യേശു ദൈവപുത്രനാണെന്ന് അവൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അവൻ ആരാധിക്കുന്ന ദൈവം യഥാർത്ഥത്തിൽ സത്യത്തിന്റെ ദൈവമായിരിക്കും. അതെ, അല്ലാതെ എങ്ങനെയാണ് ഇത്ര സന്തോഷത്തോടെ സഹനങ്ങൾ സ്വീകരിക്കാൻ കഴിയുക? ഓ അങ്കിൾ, എത്ര ഭയങ്കരമായ മരണം! തീർച്ചയായും പത്രോസിന്റെ വിശ്വാസവും പ്രവൃത്തികളുമാണ് സഭയ്ക്ക് കരുത്തു പകർന്നത്. അദ്ദേഹത്തിന്റെ ശവകുടീരം എവിടെയാണെന്നറിയാമോ? അദ്ദേഹത്തിന്റെ ശവകുടീരം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അടിയിൽ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ അവിടെ പ്രധാന ആൾത്താരയുടെ അടിയിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഞാൻ വലുതാകുമ്പോൾ എനിക്ക് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക കാണാൻ പോകണം. തീർച്ചയായും നിനക്ക് പോകാം ജിം. ഓ, എനിക്ക് പോകാൻ സമയമായി. ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ. പോയി വരട്ടെ കുട്ടികളെ. ശരി അങ്കിൾ.